ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് നിന്നും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ വരെ സർവീസ് നടത്തുന്ന KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ യാത്ര ചെയ്യുന്നത് പയ്യന്നൂർ ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന പയ്യന്നൂർ നെടുങ്കണ്ടം സർവീസിലാണ്. ഞാനിന്ന് യാത്ര ചെയ്യുന്നത് കട്ടപ്പനയിൽ നിന്നും തലശ്ശേരിക്കാണ് ഈ ഒരു സർവീസിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളാണ്. ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഇടുക്കി, ചെറുതോണി, കോതമംഗലം, അടിമാലി പോകത്തില്ല, കോതമംഗലം, അവിടെ നേരെ പെരുമ്പാവൂര്, അങ്കമാലി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ വഴിയാണ് ഇത് സർവീസ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ കട്ടപ്പനയിൽ നിന്ന് കയറിയിട്ട് നേരെ തലശ്ശേരി വഴിയാണ് ഈ ഒരു സർവീസിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കട്ടപ്പന സ്റ്റാൻഡിലാണ്. ഇതെന്ന് പറയുന്നത് കട്ടപ്പന പുതിയ സ്റ്റാൻഡാണ്. ഇവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള ഒരു വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടി വരുന്നത് നെടുങ്കണ്ടത്ത് നിന്നാണ്. നെടുങ്കണ്ടത്ത് നിന്ന് കട്ടപ്പന വന്നിട്ടാണ് ഇത് പോകുന്നത് കേട്ടോ. അപ്പോൾ സമയം 5:12 5:30 നമ്മളെ വണ്ടി ഇവിടെ എത്തുക കേട്ടോ. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടിയാണിത് അവിടെ വന്ന് നിർത്തേക്കുന്നത്. കണ്ണൂർ ആലക്കോട് വണ്ടി കേട്ടോ. RPK 467 KN 200 ഈ വണ്ടി കേട്ടോ. സമയം അങ്ങനെ 5:30 കേട്ടോ. നമ്മൾ കട്ടപ്പന സ്റ്റാൻഡിൽ നിന്ന് എടുക്കുകയാണ്. നമ്മളങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് വിട്ടു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഇടുക്കിയാണ്. ഇടുക്കി കഴിഞ്ഞാൽ ചെറുതോണി. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റൂട്ടും അത്യാവശ്യം ഗഡ് സെക്ഷനാണ്. ലെവൽ റോഡാണ്, ബട്ട് കയറ്റം ഇറക്കമൊന്നുമില്ല. ബട്ട് മുഴുവനായിട്ട് ഇങ്ങനെ വളഞ്ഞുള്ള റോഡാണ്. റോഡ് ഭയങ്കര വീതി കുറവാണ്. നമ്മൾ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ വണ്ടിക്കാരൻ സൈഡിൽ നിന്ന് മാറി തരണം, എങ്കിൽ മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കയറിയാൽ നമുക്ക് പണി കിട്ടും. വണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. RPK 467 KL 15 1213 KN 200. പയ്യന്നൂർ ഡിപ്പോ ആണ് ഈ ഒരു സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പയ്യന്നൂർ ടു നെടുങ്കണ്ടമാണ് ഈ ഒരു സർവീസ് വരുന്നത് കേട്ടോ. നമ്മൾ സ്റ്റാൻഡിൽ നിന്നപ്പോൾ കയറിപ്പോയൊരു വണ്ടിയായിരുന്നു NCB. ഇത് എറണാകുളത്തേക്കുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. എറണാകുളം വരെ പോകുന്നുണ്ടോയെന്ന് ഇനി അറിയത്തില്ല. ചിലപ്പോൾ പോകുന്നത് അങ്ങനെ വരെ ആയിരിക്കും. എറണാകുളം വണ്ടിയില്ല, എറണാകുളം വരെ പോകുന്നില്ല. എറണാകുളം പോകുന്നതെന്നാണ് പറഞ്ഞത്.
സമയം 6:03 ലൈറ്റൊക്കെ ഒന്ന് ഡിമ്മായി തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഇടുക്കി ടൗൺ വരെ നമ്മൾ ഈ ഇറക്കം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗഡ് സെക്ഷനാണ്. ഇടുക്കി ഡാം അല്ലേ? അപ്പം നമ്മൾ കണ്ടേക്കുന്നതാണ് ആർച്ച് ഡാം അല്ലേ? അപ്പം നമ്മളിപ്പോൾ കണ്ടേക്കുന്നതാണ് ഇടുക്കിയിലെ ആർച്ച് ഡാം കേട്ടോ. ഏതാണ് ആ കെട്ടിയേക്കുന്നതാണോ? ആ കെട്ടി ചെറുതല്ലേ? ഇതെന്താ വെള്ളം പോലെ? നമുക്കിവിടെ ലെഫ്റ്റ് ഒഴുകി പോയതല്ലേ? നമുക്കിവിടെ ലെഫ്റ്റ് കാണുന്നത് ആ ഒരു ഫ്ലഡ് ഉണ്ടായ സമയത്ത് വെള്ളം ഒഴുകിപ്പോയ ആ ഒരു ഏരിയ ആണ് കേട്ടോ. ഇതുവഴിയായിരുന്നു ആ ഒരു വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാലം എന്ന് പറയുന്നത് പുതിയ ചെറുതോണി പാലാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അപ്പുറം സൈഡിൽ വരുന്നേട്ടാ ആ ഭാഗത്തായിട്ട് നമുക്ക് പഴയ ചെറുതോണി പാലം കാണാൻ പറ്റും. കാണത്തില്ലല്ലേ? താഴെയല്ലേ? കാണത്തില്ല അല്ലേ? നമ്മളങ്ങനെ ചെറുതോണി എത്തി. ആ ഒരു ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ചെറുതോണി എത്തി. സമയം 6:15 കേട്ടോ. ചെറുതോണി തടിയമ്പാട് എന്നുള്ള സ്ഥലത്തെത്തി. ഏരിയ ആണല്ലേ ഇത്? നമ്മൾ കരിമ്പൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ചെറിയൊരു ടൗൺ തന്നെയല്ലേ? ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പോയി കേട്ടോ. ഹെഡ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രം. കാണാൻ പറ്റുന്ന വിഷ്വൽസൊക്കെ ഭയങ്കര മോശമായിരിക്കും. ആ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തില്ല. ഇത്രയും വിസിബിളായിട്ട് കാണാൻ പറ്റത്തില്ല. ചേലച്ചൂടല്ലേ? ടൗൺ ഏരിയ അല്ലേ? ഏരിയ അല്ലേ? ഇവിടെ ഒരു ബസ് ടെർമിനലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി മൊത്തത്തിൽ ഇങ്ങനെ ഡിമ്മായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിനി കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്തിട്ട് ഇനി കുറച്ച് ഫോറസ്റ്റ് ഏരിയയിലേക്ക് പ്രവേശിക്കും കേട്ടോ. നല്ല റോഡാണ്. നമ്മൾ ഈ യാത്ര തുടങ്ങിയത് തൊട്ട് ഈ ഒരു സമയം വരെ നമുക്ക് റോഡിനൊന്നും ഒരു മോശമില്ല. നല്ല അടിപൊളി മെക്കാഡൻ റോഡാണ്. റോഡിന് കുറച്ച് വീതി കുറവാണ് എങ്കിലും നല്ല മെക്കാഡൻ റോഡാണ്. ലൈനും കാര്യങ്ങളൊക്കെ ഇട്ട് റിഫ്ലക്ടേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി റോഡാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോറസ്റ്റ് ഏരിയനകത്തും കൂടെയാണ് കേട്ടോ. റോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള റോഡാണ്. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. റോഡിലൊക്കെ ഇത്തരത്തിലുള്ള മരങ്ങളിങ്ങനെ ആ ഒരു ഈറ മരങ്ങളിങ്ങനെ റോഡിൽ വന്ന് ചാഞ്ഞ് കിടപ്പുണ്ട്. അതിനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്. നമ്മളിനി ഈ ഒരു റോഡ് നേരെ പോയിട്ട് ടച്ച് ചെയ്യുന്നത് നേര്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നേര്യമംഗലം നമ്മൾ കണക്ട് ചെയ്യുന്നത് കൊച്ചി മൂന്നാർ ഹൈവേയിലാണ് കേട്ടോ. കട്ടപ്പന വഴി കുമ്പളിക്ക് ഇഷ്ടംപോലെ സർവീസുകൾ ഈ റൂട്ടിലൂടെ ഓടുന്നുണ്ട് കേട്ടോ. കൂടുതൽ എറണാകുളം, ആലുവ ആ ഒരു ഭാഗത്തു നിന്നാണ് സർവീസ് നടത്തുന്നത്. നമ്മളങ്ങനെ നേര്യമംഗലം ഇപ്പം നമ്മൾ നേരെ ആ ഒരു മൂന്നാർ റൂട്ടിലേക്ക് ചെന്ന് കയറും കേട്ടോ. നമ്മളങ്ങനെ ആ ഒരു മൂന്നാർ റൂട്ടിലേക്ക് വന്ന് കയറി കേട്ടോ. നേര്യമംഗലം സ്റ്റാൻഡല്ലേ, അവിടെ റൈറ്റ് സൈഡിലാണ് നേര്യമംഗലം സ്റ്റാൻഡ് വരുന്നത്. അവിടെ നമ്മൾ കയറത്തില്ല കേട്ടോ. സമയം 7:45. നമ്മളന്നിങ്ങനെ ഊന്നുകല്ലെത്തി കേട്ടോ. ഊന്നുകൽ നമ്മളീ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലൊക്കെ മിക്കവാറും ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തും കേട്ടോ. സമയം 7:55. കോതമംഗലത്തിന് മുമ്പ് ഫുഡ് കഴിക്കാൻ നിർത്തുന്നതാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്. ഹോളിമരി ഇത് പറഞ്ഞ കിടക്കും. കണ്ണൂർ വണ്ടിയല്ലേ, തിരക്കാലേ. ഇത് കണ്ണൂർ വണ്ടിയല്ലേ, ഇരട്ടി വണ്ടി. അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ ഊന്നുകല്ല് ഡിസ്നി റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുള്ളത്. നമ്മൾ ഏകദേശം അവിടുന്ന് കട്ടപ്പനയിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയൊക്കെ ആയി ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ വിശക്കുന്നില്ല. ഇപ്പോഴത്തെ സമയം 8 മണി അങ്ങനെ ആയിട്ടുള്ളൂ. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. സമയം 8:26. 8:30 കോതമംഗലം ടൈം. കുറച്ച് ലേറ്റായി, അത്രയേ ഉള്ളൂ. നമ്മളെന്തായാലും ഓടിപ്പിടിക്കും, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളങ്ങനെ കോതമംഗലം KSRTC സ്റ്റാൻഡിലേക്ക് പോവാണ്. സമയം 8:40. ഒരു 10 മിനിറ്റ് ലേറ്റ് കേട്ടോ.
8:30 ഇവിടുത്തെ കോതമംഗലം ടൈം. നമ്മൾ ആ ഫുഡൊക്കെ കഴിക്കാൻ നിന്നുകൊണ്ടാണ് ലേറ്റ് ആയത്. നമ്മുടെ ഈ വണ്ടി കോതമംഗലത്ത് ഡീസൽ ഫില്ലിങ് അതിനുവേണ്ടി വെച്ചേക്കാണ്. നമ്മളങ്ങനെ കോതമംഗലം KSRTC സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി. ഇനി പ്രൈവറ്റ് സ്റ്റാൻഡിൽ അകത്ത് കയറുമെന്ന് അറിയില്ല, ചിലപ്പോൾ പുറത്തു കൂടെ അങ്ങനെ കയറി പോയാലും. സമയം 8:48. കോതമംഗലം സ്റ്റാൻഡിൽ കയറുന്നില്ല, പുറത്തു കൂടെ നമ്മൾ നേരെ പെരുമ്പാവൂരേക്ക് പോകണേ. നെക്സ്റ്റ് സ്റ്റോപ്പ് പെരുമ്പാവൂരാണ്. നമ്മളങ്ങനെ പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിലെത്തി. ലെഫ്റ്റ് സൈഡിലാണ് ആ സ്റ്റാൻഡ് വരുന്നത്. കണ്ണൂർ ആലക്കോട് ചെറുപുഴ ബസ് 9:17. ആലക്കോട് ചെറുപുഴ. നമ്മളങ്ങനെ പെരുമ്പാവൂരിൽ നിന്ന് MC റോഡ് കയറി. ഇനിയിപ്പോൾ നമ്മൾ നേരെ കാലടി വഴി അങ്കമാലി. തിരക്കാണ് ഇവിടെ കുറച്ച്. മിക്കവാറും കാലടി ഒരു പാലയൊക്കെ ഉണ്ട്. ആ ഒരു പാലയൊക്കെ ബ്ലോക്ക് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കയറി പോവാം. നമുക്കിവിടെ കാലടി കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അങ്കമാലി എത്താറായി. ഒമ്പത് 43 നമ്മുടെ ലേറ്റാണ് ഓൾറെഡി. 9:20 മറ്റോ ഇവിടെ എത്തേണ്ട വണ്ടിയാണ്. 9:43 ചാലക്കുടിയാണ് ടൈം. നമ്മളങ്ങനെ അങ്കമാലി എത്തി. നമ്മൾ ഡബിൾ ഡക്കർ ബസ്സിൽ അവിടെ കിടക്കുന്ന അങ്കമാലി കിടക്കുന്ന ഡബിൾ ഡക്കർ. സമയം അങ്കമാലി 10 മണി. ലേറ്റാണ്. നമ്മൾ 10:10 തൃശ്ശൂർ എത്തേണ്ട വണ്ടിയാണിത്. അപ്പം അങ്കമാലി നമ്മളങ്ങനെ 544 കയറാം കേട്ടോ. നാഷണൽ ഹൈവേ 544. രുക്മ ട്രാവൽസിൻ്റെ ഒരു ബാംഗ്ലൂർ വണ്ടിയാണെന്ന് തോന്നുന്നു പോകുന്നത്. ബാംഗ്ലൂർ തിരുവല്ല. ഈ ഒരു റൂട്ടിൽ നമ്മൾ പാലിയക്കര ടോൾ വരെ യാത്ര ചെയ്യും. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് കട്ടിയിട്ട് ആണ് തൃശ്ശൂരേക്ക് പോകുന്നത്. നല്ല ലേറ്റായി. 10:03.
ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് ചാലക്കുടി സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പോൾ സ്റ്റാൻഡിലേക്ക് കയറിയിട്ട് തിരിച്ചത് ഈ ഒരു NH തന്നെ വന്ന് കയറും കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡിൽ കയറും, അവിടെ തിരിച്ച് വന്നിട്ട് ഈ ഒരു NH തന്നെ തിരിച്ച് കയറും. നമ്മളെ ചാലക്കുടി സ്റ്റാൻഡ് വിട്ട് കേട്ടോ. ചാലക്കുടി സ്റ്റാൻഡ് വിട്ട് 10:28. നമ്മളങ്ങനെ പ്രശസ്തമായ പാലിയേക്കര ടോളിലെത്തിയപ്പോൾ ഇപ്പോൾ ടോള് കൊടുത്തിട്ട് വേണം നമുക്ക് തൃശ്ശൂർ സ്റ്റാൻഡിൽ പോകാനായിട്ട്. സമയം 10:54. നമ്മളങ്ങനെ പാലിയേക്കര ടോൾ കഴിഞ്ഞിട്ട് നമ്മൾ NH 66 NH 544 കട്ട് ചെയ്തത്. ഇനിയിപ്പം നമ്മൾ നേരെ തൃശ്ശൂർ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. മുന്നിൽ ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ പള്ളിപ്പെരുന്നാളോ മറ്റോ നടക്കുന്നുണ്ട്. നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. തിരുവനന്തപുരത്തേക്ക് പോകുന്നൊരു സൂപ്പർ സ്വിഫ്റ്റ്, ഒരു കോട്ടയം വണ്ടി സൂപ്പർ ഫാസ്റ്റ്. നല്ല ബ്ലോക്കാണ് തോന്നുന്നെല്ലാം കൊണ്ട്. നമ്മളങ്ങനെ തൃശ്ശൂർ സ്റ്റാൻഡിലെത്തി കേട്ടോ. തൃശ്ശൂർ KSRTC. സമയം നോക്കിക്കോ 11:20. 10:10 വണ്ടിയാണ്, 1 മണിക്കൂർ ലേറ്റ്. നല്ല തിരക്കാണ് തൃശ്ശൂർ സ്റ്റാൻഡ്. നമ്മളങ്ങനെ തൃശ്ശൂർ സ്റ്റാൻഡിൽ എടുത്തു. സമയം 11:25. തൃശ്ശൂർ വിട്ടാൽ പിന്നെ അടുത്ത സ്റ്റോപ്പുള്ളത് കുന്നംകുളമാണ്. നമ്മൾ ഓൾറെഡി നല്ല ലേറ്റാണ് കേട്ടോ. കുന്നംകുളമൊക്കെ കഴിയാനുള്ള സമയം കഴിഞ്ഞു. തൃശ്ശൂർ ഭാഗത്ത് ഏറ്റവും പാട്ട റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് റോഡ് കണ്ടാൽ തന്നെ മനസ്സിലായി. ഈ ഒരു കീച്ചേരി കഴിഞ്ഞിട്ട് വേറൊരു ലോക്കൽ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തൊരൊച്ചപ്പാടാണോ. ഭയങ്കര മോശം റോഡാണ്. ഇപ്പോൾ കുന്നംകുളം കഴിയണം, എന്നാലും നമുക്ക് നല്ല റോഡ് കിട്ടത്തുള്ളൂ. അതുവരെ തന്നെ അവസ്ഥ. നമ്മളങ്ങനെ കുന്നംകുളം കഴിഞ്ഞു. സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. വെച്ചിട്ടോ. ഇവിടുന്നോട്ട് നമുക്ക് നല്ല റോഡാണ്, ഇനി വലിയ ബുദ്ധിമുട്ടില്ല റോഡൊന്നും. ഈ കുന്നംകുളം കഴിഞ്ഞ് പെരുമ്പിലാവ് വരെയാണ് ഭയങ്കര മോശം റോഡ്. കോട്ടക്കൽ കഴിഞ്ഞു. സമയം 1:15 കേട്ടോ. കോട്ടക്കൽ കഴിഞ്ഞു.
കോഴിക്കോട് എത്താറായി കേട്ടോ. കോഴിക്കോട് ടൗൺ സർക്കിളിനകത്ത് കയറി. കഴിഞ്ഞ ദിവസത്തെ ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ഉറങ്ങിപ്പോയി പെട്ടെന്ന്. നമ്മളങ്ങനെ കോഴിക്കോട് എത്തി കേട്ടോ. കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് പോവാണ്, KSRTC സ്റ്റാൻഡിലേക്ക്. നമുക്കങ്ങനെ റൈറ്റ് സൈഡിൽ കോഴിക്കോട് KSRTC സ്റ്റാൻഡ് കാണാം. സമയം നോക്കിക്കോ, 2:23. നമ്മുടെ വണ്ടി കോഴിക്കോട് സ്റ്റാൻഡിൽ കിടക്കണം. സമയം 2:32. അപ്പം നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കുകയാണ്. പയ്യോളി സമയം 3:20. നമ്മളങ്ങനെ വടകര എത്തിയിട്ടോ. 3:36. തലശ്ശേരി ടൈം 4:03. 3:30 അരമണിക്കൂർ ലേറ്റ് ആയിട്ട് 4 മണിക്ക് തലശ്ശേരി എത്തി. 4 മണിക്ക് എത്തുന്നത് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. 4 മണിക്ക് എത്തിയ ഭാഗ്യം. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷം പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളെ മുമ്പിലൊരു സൂപ്പർ എക്സ്പ്രസ് വരും, കണ്ണൂർ പഞ്ചിക്കൽ സൂപ്പർ എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ ഈ ഒരു ഇടുക്കി ഡാമും അതുപോലെ തന്നെ ചെറുതോണി ടൗണൊക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മുടെ സീറ്റിന് തൊട്ടടുത്ത് ഞാൻ സീറ്റ് നമ്പർ 2 ആണ് ബുക്ക് ചെയ്തിരുന്നത്. സീറ്റ് നമ്പർ 1 എന്നോടൊപ്പം കട്ടപ്പനയിലുള്ള ഒരു സ്വദേശി
ബേബി ചേട്ടനോ മറ്റൊരു പുള്ളിയുടെ പേരൊന്നും കറക്റ്റ് ഓർമ്മയില്ല, പുള്ളിൻ്റെ വീഡിയോയിൽ കാണിക്കാനും പറ്റില്ല. അപ്പോൾ പുള്ളി നമുക്ക് ആ ഒരു കട്ടപ്പന ലോക്കൽ ആളായിരുന്നു. പുള്ളി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പുള്ളി തൃശ്ശൂർ വരെ എൻ്റെ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി ഈ ഒരു കട്ടപ്പന ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു പ്രത്യേക സ്പെഷ്യൽ താങ്ക്സ് പറയണം കേട്ടോ. ഇടുക്കി ഡാം അതുപോലെ തന്നെ അതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പുള്ളി പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റൊരു കാണാത്തല്ല.